ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ, ദൈവത്തെയും ദൈവീകതയെയും ദൈവിക പ്രതിഭാസത്തെയും കൂടുതൽ ചർച്ച ചെയ്യുവാനുള്ള ഒരവസരം കൂടി ഇതുവഴി സംജാതമായിരിക്കുകയാണ്. മനുഷ്യരെ എല്ലാവരെയും, അത് ഏത് മതത്തിൽപ്പെട്ടവനായാലും കൊള്ളാം, ഏത് ജാതിയിൽപ്പെട്ടവനായാലും കൊള്ളാം, ഏത് ദേശക്കാരനായാലും കൊള്ളാം, മനുഷ്യൻ്റെ സൽഗുണങ്ങളെ വിലയിരുത്തിക്കൊണ്ടാവണം അവനിലെ മാനവികത വിലയിരുത്തേണ്ടത് എന്ന ഖുർആനിൻ്റെ അധ്യാപനമാണ് ഞങ്ങളിവിടെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആചാരാനുഷ്ഠാനങ്ങളുടെ മതമായിട്ടാണ് കാണുന്നത്. എല്ലാ മതങ്ങളും അങ്ങനെയാണ്, ഇസ്ലാം മതം മാത്രമല്ല. മതങ്ങളെല്ലാം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിറകെ പോയപ്പോൾ ആ മതം മുമ്പോട്ട് വെച്ച മൂല്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ളതാണ് വസ്തുത. ആ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്ന ഒരു പാഠം കൂടി ഖുർആനിൻ്റെ ആശയവായനയിലൂടെ, വൈജ്ഞാനിക വായനയിലൂടെ ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ കൂടി അടുത്ത കാലത്തായി ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നത് ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്, മന്ത്രങ്ങളാണ്, ജപങ്ങളാണ്, ദേവാലയങ്ങളാണ്. ആ രീതിയിലാണ് ആളുകൾ സഞ്ചരിച്ചത്. മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൂടെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന ഒരു ഉറച്ച വിശ്വാസമായിരുന്നു മതം കൊണ്ട് നടക്കുന്നവർക്കും മതം പ്രചരിപ്പിച്ചവർക്കും മതപുരോഹിതന്മാർക്കും എല്ലാം ഉണ്ടായിരുന്നത്. പഠിച്ചു വന്നപ്പോഴാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നാണ്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു വലിയ ചോദ്യമാണ്. അത് ഏഴാൻ ആകാശത്തിരിക്കുന്ന ഒരു അത്ഭുത ജീവിയാണോ? അതല്ലെങ്കിൽ മനുഷ്യനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനാണോ? ആജാനബാഹുവായ ഒരു മനുഷ്യനാണോ? അല്ല. ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തിത്വവുമല്ല, ഒരു പ്രതിഭാസമാണ്. ദൈവികതയാണ് സത്യത്തിലുള്ളത്. ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ദൈവികതയാണ്. ആ ദൈവികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയാണ്. ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്. സൂര്യനും ചന്ദ്രനും അതുപോലെ സൗരയൂഥങ്ങളും എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും. ആ ചരാചരങ്ങളും ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ, ജീവിക്കാൻ കഴിയൂ. അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച് ആ പ്രപഞ്ചത്തിലെ ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യനും ജീവിച്ച് മുമ്പോട്ട് പോകണം എന്ന ഒരു സന്ദേശം ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ മതങ്ങളിലും ദൈവത്തെ ഒരു വ്യക്തിയായി, ഒരു ശക്തിയായി കണ്ട് എല്ലാവിധ കാര്യങ്ങൾക്കും ഒരു മജീഷ്യനെ പോലെ വേണമെങ്കിൽ പ്രതികരിക്കുന്ന ഒരു ദൈവത്തെയാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്, വിലയിരുത്തുന്നത്, വീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ദൈവമില്ല. അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. അത്ഭുതങ്ങളൊന്നും തന്നെ ദൈവത്തിൻ്റെ വഴിയിലില്ല. പ്രപഞ്ചത്തിലെ വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ വിധി. ആ വ്യവസ്ഥയനുസരിച്ച് ഇപ്പോൾ വെള്ളം താഴോട്ടാണ് ഒഴുകുന്നത്. ഒരിക്കലും ഒരു ദൈവത്തിനും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമായാലും ആ ദൈവത്തിന് വെള്ളത്തെ മേലോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അഗ്നി കത്തുന്ന ഒരു സാധനമാണ്, ആ അഗ്നി തണുപ്പിക്കുന്ന ഒരു സാധനമായിട്ട് മാറാൻ കഴിയില്ല. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വ്യവസ്ഥയാണത്, പ്രാപഞ്ചിക വ്യവസ്ഥയാണത്. ആ പ്രാപഞ്ചിക വ്യവസ്ഥയോടൊപ്പം ജീവിക്കുക എന്നും അതോടൊപ്പം തന്നെ അങ്ങനെ ജീവിക്കുന്നതോടൊപ്പം മനുഷ്യ സമൂഹത്തിനിടയിൽ, ജീവജാലങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകണം, കാരുണ്യമുണ്ടാകണം, പരസ്പര സഹായമുണ്ടാകണം, സമാധാനമുണ്ടാകണം. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് റഹ്മാനും റഹീമും എന്ന് പറയുന്നത്. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവം എന്ന് തുടക്കത്തിൽ തന്നെ വേദഗ്രന്ഥത്തിൽ, മറ്റു വേദഗ്രന്ഥങ്ങളിലും കാണും. ഞാനത് പഠിക്കാത്തത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല.
റഹ്മാനും റഹീമുമായ ദൈവം, പരമകാരുണികനും കരുണാനിധിയുമായ ദൈവം. പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴും പറയുന്ന റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കരുണയായിട്ടുള്ള പ്രവാചകൻ. ആ പ്രവാചകനും ദൈവവും ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത് കരുണയാണ്, സ്നേഹമാണ്, സമാധാനമാണ്. അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുണയോടുകൂടി വർത്തിക്കുമ്പോൾ, സ്നേഹത്തോടുകൂടി വർത്തിക്കുമ്പം അതാണ് ദൈവത്തോടടുക്കൽ. അല്ലാതെ ദൈവം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ ലോകത്താരും കണ്ടിട്ടില്ല. ദൈവത്തെ കാണാൻ സാധിക്കില്ല. ദൈവം മനുഷ്യന്റെ മുമ്പിൽ നേരിട്ട് വരില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സൂറത്ത് ശൂറ 51-ാമത്തെ വാക്യം. ഒരു മനുഷ്യനും ദൈവത്തെ കാണാൻ കഴിയില്ല. ഒന്നുകിൽ മറയുടെ അപ്പുറത്ത് നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ വഹിയിലൂടെ സന്ദേശത്തിലൂടെ സംസാരിക്കും, അല്ലെങ്കിൽ ദൂതനിലൂടെ സംസാരിക്കും. അല്ലാതെ ദൈവത്തെ കാണാൻ ആർക്കും കഴിയില്ല. ആരും ദൈവത്തെ കണ്ടിട്ടുമില്ല. പക്ഷെ ദൈവത്തെ അറിയാൻ കഴിയും. എങ്ങനെ കഴിയും? സത്യം പുലരുന്നു, നീതി വർത്തിക്കുന്നു, അനീതി ഇവിടെ നിന്ന് വിഭാടനം ചെയ്യപ്പെടുന്നു. അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണും. സത്യം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടും. അത് ദൈവമില്ലാത്തതിൻ്റെ സമമാണ്. നീതിക്ക് പകരം അനീതി ലോകത്ത് നടമാടുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടും. അപ്പോൾ നീതി ഉണ്ടാവുക, അതാകുന്നു ദൈവം. സത്യം പുലരുക, അതാകുന്നു ദൈവം. ചൂഷണമുക്തമാവുക, അതാകുന്നു ദൈവം. നിർഭയനാവുക, അതാകുന്നു ദൈവം. മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഭയമില്ലാതെ അവന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ലോകം പുലരുക എന്ന് നാം പറയുന്നു. ആ ഒരു സന്ദേശത്തിലേക്ക്, ആ പ്രാപഞ്ചിക സത്യത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന ഒരു മതം എന്ന രീതിയിൽ ഇസ്ലാമിനെ കാണുമ്പോൾ തന്നെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിറകെ പോകുന്ന ഒരു മതമായി, നിലവിലുള്ള ഒരു മതിൽക്കെട്ടുകളുള്ള ഒരു മതമായി ഇസ്ലാമിനെ ആയാലും ശരി, ഹിന്ദു മതത്തെ ആയാലും ശരി, ക്രിസ്തു മതത്തെ ആയാലും ശരി. ഞാൻ യഥാർത്ഥ മതത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇന്ന് കാണുന്ന മതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും ഖുർആനിൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ബൈബിളിലും പറഞ്ഞിരിക്കും, അത് ഗീതയിലും പറഞ്ഞിരിക്കും, അത് എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളിലും അത് പറഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവികമായ സന്ദേശം മുറുകെ പിടിക്കുക എന്നുള്ളത് സത്യവും നീതിയും ധർമ്മവും മുറുകെ പിടിക്കുക എന്നാണ്. അത് ദൈവവിശ്വാസികളായതുകൊണ്ട് അവരെല്ലാവരും ഈ ദൈവത്തെപ്പറ്റി പറയുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളൊക്കെ മതത്തിൻ്റെ ഭാഗമാണ്, ദൈവത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ഭാഗമായാൽ മാത്രമല്ല, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മതത്തിൻ്റെ കാലഘട്ടത്തിൽ പരസ്പരം യുദ്ധങ്ങൾ നടന്നിരുന്നു, അക്രമങ്ങൾ നടന്നിരുന്നു, വാളുകൊണ്ട് ആളുകളെ വെട്ടിക്കൊന്നിരുന്നു. പക്ഷെ പുതിയ ലോകത്ത്, നവീന ലോകത്ത് ബുദ്ധിയുള്ളവർ, മതത്തേക്കാൾ മതാതീതമായി ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, അന്ന് നേരിട്ടുള്ള യുദ്ധത്തിൽ കുറച്ചാളുകൾ മരിക്കും. ഇന്ന് ആളുകൾ മാത്രമല്ല, അവരുടെ ഭാര്യമാർ മരിക്കുക, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു, കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നു, വരാനിരിക്കുന്ന തലമുറകൾ പോലും അനുഭവിക്കേണ്ടി വരുന്ന രീതിയിൽ. അത് വിദ്യാഭ്യാസമുള്ളവരാണ്, ബുദ്ധിയുള്ള ആളുകളാണ്, നന്നായി ചിന്തിക്കാൻ കഴിവുള്ള ആളുകളല്ലേ ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഡോക്ടർമാർ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, യുക്തിഭദ്രമായി ചിന്തിക്കാൻ കഴിയുള്ള ആളുകളാണ്. അതിൻ്റെ അകത്ത് മതവിശ്വാസികളുമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ ഡോക്ടർമാർ തങ്ങളുടെ മുമ്പിലെത്തുന്ന രോഗികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. ഏതാശുപത്രിയിൽ ചെന്നാലും രോഗി പാവപ്പെട്ടവനായാലും അവനെ ചൂഷണം ചെയ്യുമ്പോൾ മാനുഷിക മുഖം അവിടെ പ്രകടിപ്പിക്കുന്നതായി കാണുന്നില്ല. കച്ചവട സാധനങ്ങൾ നമുക്കറിയാം, ചൂഷണം ചെയ്യുന്ന രീതിയിൽ വിലക്കയറ്റം ഉണ്ടാക്കുന്നു, അതുപോലെ രാസവസ്തുക്കൾ ഉപയോഗിച്ച ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നു. ആ കച്ചവടക്കാരുടെ കൂട്ടത്തിലും എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. ഉദ്യോഗസ്ഥന്മാരുണ്ട് ആഫീസുകളിൽ പോയാൽ കൈക്കൂലി കൊടുക്കാതെ, അഴിമതി നടത്താതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത സ്ഥിതിവിശേഷം. അവർ ബുദ്ധിയുള്ളവരാണ്, അവർ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. മതത്തിൻ്റെ പേരിൽ മാത്രം, മതമുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ ഈ കുളിമുറിയിൽ ഒരുപോലെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള പ്രശ്നം വന്നു. നമുക്കറിയാം, ഒരു മതത്തിൻ്റെ ആളുകളാണ് രണ്ട് ഭാഗത്തും കാര്യമായിട്ടുള്ളത്, വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. പക്ഷേ പാവപ്പെട്ട ഉക്രൈനിലെ ജനങ്ങൾക്കെതിരായിട്ട് ബോംബ് വർഷം നടത്തുമ്പോൾ, മിസൈൽ ഉപയോഗിക്കുമ്പം 20 ലക്ഷം ആളുകളാണ് അന്യരാജ്യങ്ങളിലേക്ക് പോയത്.
ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഐക്യരാഷ്ട്രസഭ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ റഷ്യ തയ്യാറായിട്ടില്ല. ഞാനിതിലെ രാഷ്ട്രീയം പറയുകയല്ല. സത്യത്തിൽ മനുഷ്യന് ബുദ്ധി ഉണ്ടായതുകൊണ്ട്, ശാസ്ത്രബോധമുണ്ടായതുകൊണ്ട് കാര്യമില്ല. അവൻ്റെ മനസ്സിൽ കാരുണ്യം വേണം, അവൻ്റെ മനസ്സിൽ സ്നേഹം വേണം, അവൻ്റെ മനസ്സിൽ തൻ്റെ സഹോദരങ്ങളാണ് എല്ലാവരും എന്ന് കാണാൻ കഴിയണം. നശീകരണ പ്രവണത അവനിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ മതവിശ്വാസികളായാലും മതേതര വിശ്വാസികളായാലും ദൈവവിശ്വാസികളായാലും ദൈവനിഷേധികളായാലും അവരെയൊക്കെ മനുഷ്യരാക്കണം എന്ന ഒരു സന്ദേശം വിശുദ്ധ ഗ്രന്ഥങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. കാരുണ്യത്തോടും സഹാനുഭൂതിയോടും ആർദ്രതയോടും സമർപ്പണ സന്നദ്ധതയോടും സേവന മനസ്ഥിതിയോടും കൂടി ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുമ്പോട്ട് വരുമ്പോൾ ഈ ഭൂമി സ്വർഗമായി മാറും. അങ്ങനെയുള്ള ഒരു സന്ദേശം ദൈവീക ഗ്രന്ഥത്തിലുണ്ട്. ഒരു പക്ഷേ മറ്റ് ഗ്രന്ഥങ്ങളിലും അത് കാണും. എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഏത് ഗ്രന്ഥങ്ങളായാലും അങ്ങനെയുണ്ടെങ്കിൽ, ഇനി ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ അങ്ങനെ, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ലോകത്ത് അനിവാര്യമാണ്. പരസ്പരം കൊന്നു തീരേണ്ടവരല്ല, ബോംബ് വർഷിച്ച് നശിച്ച് തീരേണ്ടവരല്ല. കോവിഡിനെ പറ്റി പോലും നമ്മുടെ മുമ്പിൽ ആക്ഷേപങ്ങളും സംശയങ്ങളും നിൽക്കുന്നു. ഇത് തന്നെയും വൻ ശക്തികൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. എത്ര ഭീകരമാണ്! 2 വർഷമായി 10 കോടി ജനങ്ങളെ ബാധിച്ചൊരു രോഗമാണ്. 20 ലക്ഷം ആളുകൾ മരിച്ചുപോയൊരു കാര്യമാണ്. അതിനെപ്പറ്റി പോലും സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യത്വത്തിൻ്റെ സന്ദേശവുമായി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി മുമ്പോട്ട് പോകുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥം മുമ്പോട്ട് വെച്ചിട്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്ക് അതാണ് പറയാനുള്ളത്. കലാനാഥൻ മാസ്റ്റർ ഈ മതവിശ്വാസിയല്ല, ഇതിനെ അംഗീകരിക്കുന്ന ആളല്ല, മാത്രവുമല്ല ഇതിനെ നഖശികാന്തം എതിർത്തിട്ടുള്ള ആളാണ്. എന്നാൽ പോലും മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, പ്രകാശദീപ്തമായ ഉജ്ജ്വല ശോഭയുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള സൽഗുണങ്ങൾ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന് മറ്റേത് മതവിശ്വാസിയേക്കാൾ, മറ്റേത് ദൈവവിശ്വാസിയേക്കാൾ അർഹതയുള്ളത്, മുത്തക്കി അവാർഡിന് അർഹതയുള്ളത്, സംശുദ്ധ വ്യക്തിത്വത്തിൻ്റെ അവാർഡിന് അർഹതയുള്ളത് ശ്രീമാൻ കലാനാഥൻ മാസ്റ്റർക്കാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അദ്ദേഹത്തിന് ഇത് കൊടുക്കാനുള്ള തീരുമാനം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. കലാനാഥൻ മാസ്റ്ററെ എന്നേക്കാൾ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. 15 കൊല്ലത്തോളം വള്ളിക്കുന്ന് പഞ്ചായത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 10 കൊല്ലം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഒരു ടേം എനിക്ക് തോന്നുന്നു വനിതയായി പോയിട്ടുണ്ടാകും, അതുകൊണ്ട് മൂപ്പരായിട്ടില്ല. ഈ ജനകീയാസൂത്രണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും സുപ്രസിദ്ധമായ ഒരു പരിപാടി. ആ ജനകീയാസൂത്രണം നടപ്പിലാക്കുക വഴി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പോലും ശ്രദ്ധിക്കപ്പെട്ട വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ അധിപനായി 15 കൊല്ലത്തോളം പ്രവർത്തിച്ചിട്ടുള്ള ഒരു ദേഹമാണ് അദ്ദേഹം. അദ്ദേഹം കറകളഞ്ഞൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയും, പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സ്വാത്വികനായിട്ടുള്ള ഒരു ജനകീയ നേതാവാണ് അദ്ദേഹം എന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭിമാനമുണ്ട്. എഴുത്തുകാരനാണ്, കവിതകൾ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. നിരവധി സ്റ്റേജുകളിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആരോഗ്യം വകവെക്കാതെ ഈ ചടങ്ങിന് വന്നിട്ടുള്ള ഈ മുത്തക്കി അവാർഡ് ഏറ്റുവാങ്ങാൻ സന്മനസ് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്ക് വേണ്ടിയും ഇവിടെ കൂടിയിട്ടുള്ള സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞാൻ മുക്തമായി അഭിനന്ദിക്കുകയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യാൻ. ഈ യോഗത്തിലെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ഇതിൻ്റെ സാരഥി ഡോക്ടർ ജലീൽ പുറ്റക്കാടാണ്. അദ്ദേഹം ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ കലാനാഥന് ആദരവ് പുരസ്കാരം സമർപ്പിക്കുന്നതും. അദ്ദേഹത്തെ ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ തുടക്കം മുതൽ ഈ രംഗത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുകയും മാത്രവുമല്ല ഖുർആൻ്റെ കാര്യങ്ങളെല്ലാം സാംശീകരിച്ചുകൊണ്ട് 10 കൽപ്പനകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുസ്തകങ്ങൾ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിശദമായൊരു പ്രഭാഷണം ഇവിടെ നടക്കുന്നതാണ്. അദ്ദേഹത്തെ അധ്യക്ഷവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രസിദ്ധ എഴുത്തുകാരനും വാഗ്മിയും നമ്മുടെ ചേകന്നൂർ മൗലവിയുടെ അനുസ്മരണ പരിപാടികളിലെല്ലാം നിത്യസാന്നിധ്യവുമായിട്ടുള്ള ഉജ്ജ്വലനായ പ്രാസംഗികൻ AP അഹമ്മദ് സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ സിസ്റ്റർ ജസ്മി, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ വളരെ കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്തീയ
പൗരോഹിത്യത്തിനെതിരെ ക്രിസ്തീയ സഭക്കകത്തും പുറത്തും ഒരുപോലെ വാദിക്കുകയും വിജയശ്രീലാളിതരായി ജനങ്ങളുടെ അംഗീകാരം നേടുകയും ചെയ്തിട്ടുള്ള സിസ്റ്റർ ജെസ്സി അവരാണ് ആശംസാ പ്രസംഗം നടത്തുന്നത്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ വാസുവേട്ടൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്, പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നയാളാണ് ഗ്രോ വാസു. എല്ലാവിധ വിപ്ലവകാരികളുടെ പ്രവർത്തന മേഖലകളിലെല്ലാം നക്സലൈറ്റ് എന്നൊക്കെ മൂപ്പരെ പറ്റി മുമ്പ് പറയാറുണ്ടായിരുന്നു, ഞാനത് പറയാൻ തയ്യാറില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്തതാണ്. അദ്ദേഹം ഈ പ്രായത്തിലും ഈ സന്ദർഭത്തിലും നമ്മളെ ഈ പരിപാടിയിൽ വരികയും ആശംസാ പ്രസംഗം നടത്താൻ സമ്മതിക്കുകയും ചെയ്തതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാലിം ഹാജി, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സ്ഥാപകനായ അദ്ദേഹം നമ്മുടെ ചേകന്നൂർ മൗലവി സാഹിബിൻ്റെ അമ്മാവൻ കൂടിയാണ്, അതിൻ്റെ സ്ഥാപക നേതാവാണ്. എക്കാലത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ 84 വയസ്സോ മറ്റോ ആയി എന്നാണ് പറഞ്ഞത്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഷീർ താനാളൂർ, അദ്ദേഹം ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സജീവ ഭാരവാഹിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സലാം സാഹിബുണ്ട് തിരൂരിലെ, അദ്ദേഹം ഇവിടെ ആശംസാ പ്രസംഗമുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ അലി മാഷുണ്ട്, അദ്ദേഹം നമ്മുടെ സന്തത സഹചാരിയായി ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയോടൊപ്പം സഞ്ചരിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും സഹായിക്കേണ്ട സമയത്തൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ അബ്ദുൽ അലി മാഷ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എനിക്ക് പേരറിയാവുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്. എല്ലാവരെയും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഫോർവേഡ് ബ്ലോക്കിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ജലീൽ ഡോക്ടറെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അഭിവന്യരായ വിശിഷ്ടാതിഥികളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന കമ്മിറ്റി, ചേകന്നൂർ മൗലവി ആൻഡ് ഡോക്ടർ ഖമർ സമാൻ സ്മാരക മുത്തക്കി അവാർഡ് സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. പ്രസിദ്ധനായ എഴുത്തുകാരനും വാഗ്മിയുമൊക്കെയായ സുനിൽ പി ഇളയിടം, അദ്ദേഹത്തിനാണ് പ്രഥമ മുത്തക്കി അവാർഡ് സൊസൈറ്റി സംഘടിപ്പിച്ചത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ ഒരു വിടവിന് ശേഷം രണ്ടാമത്തെ അവാർഡ് അഭിവന്യനും ആദരണീയനും നമുക്കെല്ലാം സുപരിചിതനുമായ കലാനാഥൻ മാസ്റ്റർക്കാണ് നൽകുന്നത്. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതുപോലെയുള്ള ഒരു ഒത്തുചേരൽ കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കലാനാഥൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുത്തക്കി അവാർഡ് നൽകുമ്പോൾ ഇന്നലെ ക്ലബ് ഹൗസിൽ ഒരു ചർച്ച തന്നെ ഇത് സംബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. മുത്തക്കി അവാർഡ് കലാനാഥൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതിന് അനുകൂലമായും എതിരായും സമ്മിശ്ര വികാരങ്ങളോടെയും സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ പരിഹസിച്ചും മുത്തക്കി അവാർഡിനെ ചോദ്യം ചെയ്തും മണിക്കൂറുകളോളം നീണ്ട ചർച്ച കുറച്ച് സമയം ഞാനും ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ആളുകൾക്ക് പഠിക്കുവാനും വിലയിരുത്തുവാനുമുള്ള അവസരം കൂടി ലഭിച്ചു എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ തെരഞ്ഞെടുപ്പ് ഒരു തരത്തിലും അസ്ഥാനത്തായിരുന്നില്ല എന്ന് സൊസൈറ്റിയുടെ ഭാരവാഹികൾക്ക് ഉറച്ച ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരാളുടെ കരങ്ങളിലേക്കാണ് ഈ മുത്തക്കി അവാർഡ് നൽകപ്പെടുന്നത് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ഖുർആനും ഇസ്ലാമിക അധ്യാപനങ്ങളും മുമ്പോട്ട് വെക്കുന്ന സന്ദേശങ്ങൾക്ക് അനുഗുണമായിട്ടാണ്, അനുയോജ്യമായിട്ടാണ് ഈ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ